ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഈശോടൊപ്പം ആൽബത്തിൻ്റെ ഒന്ന് രണ്ട് കൊച്ചു കാര്യങ്ങൾ പറയാനായിട്ടാണ് ഇപ്പോൾ ലൈവിൽ വന്നിരിക്കുന്നത്. നമ്മുടെ ആദ്യത്തെ ഗാനം കഴിഞ്ഞ ആഴ്ച രാജരാജനീഷ് എന്ന് പറഞ്ഞൊരു പാട്ട് റിലീസായിരുന്നു. ആ പാട്ടിൽ ഏകദേശം നല്ല വ്യൂവേഴ്സ്, യൂട്യൂബിൽ നല്ല പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ പാട്ട് ഇന്ന് റിലീസായി കഴിഞ്ഞു. ഇന്ന് ക്രിസ്മസിൻ്റെ ഒരു കരോളിനൊക്കെ ബാൻഡൊക്കെ തട്ടിപ്പോകുന്ന രീതിയിലുള്ള ഒരു വെറൈറ്റി ഗാനമാണ് ചെയ്തിരിക്കുന്നത്, വെറൈറ്റി സ്റ്റൈലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു പ്രാവശ്യം ഒത്തിരിയേറെ കരോൾ ഗാന ടീമുകളൊക്കെ പാടാനും പിന്നെ അതുപോലെ ഒത്തിരി കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധ്യതയുള്ള രീതിയിലാണ് ആ പാട്ടുകൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇന്നിപ്പോൾ അത് ഏകദേശം റിലീസായി കഴിഞ്ഞു. നിങ്ങൾ ജസ്റ്റ് ഈശോടൊപ്പം ആൽബം ക്രിസ്മസ് സോങ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാവുന്നതാണ്. ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് നാളെയാണ് ഇതിൻ്റെ ഔപചാരികമായിട്ടുള്ള ലോഞ്ചിങ്. ഈശോടൊപ്പം ആൽബം ഏകദേശം ഷോപ്പുകളിലൊക്കെ എത്തിക്കഴിഞ്ഞെങ്കിലും ഔപചാരികമായിട്ടുള്ള ലോഞ്ചിങ് എന്ന് പറയുന്നത് ഈ ആഴ്ചകളൊക്കെ എല്ലാവരും എത്തും. CD നാളെയാണ്. നമ്മുടെ ലാവിത എന്ന് പറഞ്ഞിട്ടൊരു ഇൻ്റർനാഷണൽ ഷോ, പ്രോ ലൈഫിൻ്റെ ഒരു ഷോ നടക്കുന്നുണ്ട്. കൊടകര സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിലാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മുടെ ഇതിനകത്ത് പ്രോ ലൈഫിന് വേണ്ടി ഒരു പാട്ട് ചെയ്തിട്ടുണ്ട്. ഈ പാട്ടിൻ്റെ ഏറ്റവും പ്രത്യേകത ബേബി ചിൽഡ്രൻ തന്നെയാണ് എല്ലാ പാട്ടും എഴുതിയിരിക്കുന്നത്. അതോടൊപ്പം ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ശ്രേയക്കുട്ടി പാട്ടിൻ്റെ അവസാനമായപ്പോഴേക്കും പൊട്ടിക്കരഞ്ഞു. അങ്ങനെ വളരെ സ്റ്റുഡിയോയിലുള്ള എഞ്ചിനീയറും ഞാനും പിന്നെ നമ്മുടെ വീഡിയോ ചെയ്തിരുന്നവരൊക്കെ എല്ലാവരും പെട്ടെന്ന് ഒരല്പസമയം ഭയങ്കരമായിട്ട് കണ്ണൊക്കെ നിറഞ്ഞു പോയ സമയമായിരുന്നു. അപ്പോൾ ആ പാട്ട് നാളെ റിലീസാവാണ്. നാളെ കൃത്യം ഇന്ന സമയത്തേക്ക് നിങ്ങൾക്കത് ലൈവിൽ കാണാം, സോങ് റിലീസ് ചെയ്യുന്നതും. അതോടൊപ്പം തന്നെ നമ്മുടെ CD പ്രകാശനമൊക്കെ നാളെ കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ നാളെ കൃത്യം 8 മണിക്ക് ലൈവിൽ വരണം. ഇപ്പോൾ നമ്മുടെ അമ്മയെന്ന് പറഞ്ഞ സോങ്, കുഞ്ഞ് പറയുന്ന ഒരു അമ്മ എന്നെ കൊല്ലേ എന്ന് പറയുന്നൊരു സോങ്ങാണ്. ഒരു കൊച്ചു കുഞ്ഞാണ് എനിക്ക് ജീവിക്കാൻ അനുവദിക്കുന്നു പറഞ്ഞ സോങ്ങാണ്. നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. ശരിക്കും അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സങ്കടം വരുന്ന കാര്യം സംശയമില്ല. ആരെയും വേദനിപ്പിക്കാത്ത രീതിയിലാണ് പാട്ടൊക്കെ എഴുതിയിരിക്കുന്നതും. പ്രത്യേകിച്ച് ബേബിച്ചോട് വളരെ ഭംഗിയായിട്ട് തന്നെ അതിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. ഇതിൻ്റെ എഡിറ്റിംഗ് ക്യാമറ ചെയ്തിരിക്കുന്നത് നമ്മുടെ വിവേകാണ്. നമ്മുടെ സ്ഥിരം നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വിവേകാണ് ഇതിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എഡിറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ CITN ചാനലിലെ ചീഫ് എഡിറ്ററായ രതീഷാണ്. രതീഷ് ഞാൻ വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്, ഗുഡ്നസ് TVയിലുള്ള പരിചയമാണ്. വളരെ നമ്മളൊരു കാര്യം പറയാനേക്കാൾ മുൻപ് തന്നെ അത് കണ്ടറിഞ്ഞ് പെരുമാറാൻ ബെസ്റ്റ് എഡിറ്ററാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഫിനിഷിംഗ് വർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒരല്പം ഓക്കെ. അപ്പോൾ ഒരല്പം മാത്രം ഒരു ഫസ്റ്റ് സീക്വൻസ് ആവുന്നുണ്ട്. യെസ്, അപ്പോൾ ഒരല്പം ജസ്റ്റ് ഒന്ന് നമ്മൾ അതിൻ്റെ ഒരു എഡിറ്റിങ്ങിൻ്റെ ചെറിയൊരു വശം കാണിക്കുകയാണ്. ഹയാലൻ ബാക്ക് റെക്കോർഡ് ശ്രേയക്കുട്ടിയുടെ പാട്ടിൽ ലാസ്റ്റ് ഓക്കെ, ഏറ്റവും ലാസ്റ്റ് ശ്രേയക്കുട്ടി കരയുമ്പോൾ നിങ്ങൾ കാണാൻ മറക്കരുത് നാളെ. हाय अजित, आल्बर्ट, डिपिन, विवेक, अच्छा शेरिल, ओके. അപ്പോൾ നാളെ നമുക്ക് വീണ്ടും കാണാം. നാളെ കൃത്യം 8 മണിക്ക് നിങ്ങൾ ലൈവ് വരണേ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഇതിന് ഞാൻ മുന്നറിയിപ്പില്ലാതെ വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് അത് ചെയ്യാൻ പറ്റുന്നത്, ഫോളോ ചെയ്യാൻ പറ്റുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നാളെ എന്തായാലും നമ്മൾ 8 മണിക്ക് ഇതിൻ്റെ ലോഞ്ചിങ് ഉണ്ടായിരിക്കും. എല്ലാവരും പ്രാർത്ഥിക്കുക, എല്ലാവരും ഇത് കാണണം. വളരെ നല്ലൊരു സോങ്ങാണ്. ഇനി അബോർഷന് നമ്മൾ കൂട്ട് നിൽക്കരുത്. ശരിക്കും പ്രോ ലൈഫിനെതിരെ അല്ലെങ്കിൽ പ്രോ ലൈഫിന് വേണ്ടി വർക്ക് ചെയ്യുന്നവരായിരിക്കണം. ഒരു കുഞ്ഞിനെയും ഒരു അമ്മയെ നശിപ്പിക്കാതിരിക്കാൻ, ഒരു വ്യക്തികളും അതിനെ നശിപ്പിച്ച് കളയാണ്ടിരിക്കാനായിട്ട് ഈ പാട്ട് നിങ്ങളെ സഹായിക്കും, ഉറപ്പാണ്. പാട്ട് കേൾക്കുന്ന ഓരോരുത്തരും ഉറപ്പായിട്ടും ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഇത് കേൾക്കുന്നവരെയും കാണുന്നവരൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ, ഗോഡ് ബ്ലെസ് യു.